ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി തലേദിവസം ഒരു ഡ്രൈവ് പോകണം എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഞെട്ടാനാ പോണെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഓഗസ്റ്റ് 26 രാത്രി 11:45 ആയപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ജസ്റ്റ് ഒരു റൈഡ് പോകാമെന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. സാധാരണ നമ്മൾ അങ്ങനെ പോകാറുണ്ട്, അതുകൊണ്ട് സംശയം ഉണ്ടായി. കുറച്ച് അങ്ങാട് നീങ്ങിയപ്പോഴേക്കും ഞാൻ കിച്ചാവനായിട്ട് വെച്ച ഒരു സർപ്രൈസിലേക്ക് അത് കിച്ചാവനക്ക് ഉണ്ടായത്. അത് കണ്ടപ്പോൾ ശരിക്കും പുള്ളി ഞെട്ടി. പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാറിന് പോകുമ്പോൾ ഞങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ കസിൻസ് കാറിൽ ഇതുപോലെ ബാനറൊക്കെ കെട്ടി ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് അത് കാണുമ്പോൾ കിച്ചാവൻ സർപ്രൈസ് ആവുന്നു. കാർ പാർക്ക് ചെയ്യുന്നു, ഡിക്കി തുറക്കുന്നു, അതിന്റെ ഉള്ളിലെ ഡെക്കറേഷനും ഗിഫ്റ്റ് ഒക്കെ കണ്ട് കിച്ചാമ്മ ഞെട്ടുന്നു. ഇതായിരുന്നു പ്ലാൻ. പക്ഷെ കിച്ചാമ്മനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞങ്ങൾ കാർ സൈഡിൽ ഒതുക്കി അങ്ങനെ ആക്കി പ്ലാൻ ചെറുതായിട്ട് മാറ്റി. ബാക്കി ഡിക്കിന്റെ ഉള്ളിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ചെങ്കിച്ചേട്ടനോടും അതുപോലെ തന്നെ എമിച്ചേച്ചനോടും കേശുവിനോടാണ്. ഞാൻ ഇതുപോലെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവര് കട്ടൊക്കെ എന്റെ കൂടെ നിന്നിട്ട് ഫുൾ സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾ ഇതേ ചെറിയൊരു കേക്കും ബൊക്കയും പിന്നെ കിച്ചാമ്മന് ഒരു ഗിഫ്റ്റ് ഒക്കെ ഇതിലുണ്ടായി. അങ്ങനെ ഇതേ 12 മണിക്ക് തന്നെ ഞങ്ങൾ ഇതേ മെഴുകുതിരിയൊക്കെ ഊതി ഞാൻ ഗിഫ്റ്റും കൊടുത്ത് ഇതേ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരമൊക്കെ പങ്കുവെച്ചു കേട്ടോ. 3 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഞങ്ങൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇന്നലെ കല്യാണം കഴിച്ച പോലെയാണ്. അങ്ങനെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അങ്ങനെ കിച്ചാമ്മ ഞാൻ കൊടുത്ത സമ്മാനമൊക്കെ തുറന്നു നോക്കാണ്. ഞാനൊരു കേക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കേക്കല്ല, സോറി, വാച്ചാണ് കൊടുത്തത്. സന്തോഷം കൊണ്ട് എന്റെ വാക്കുകളൊക്കെ ഇങ്ങോട്ട് മാറിപ്പോണ്ട്. ഇവർക്ക് ഞാൻ ഒന്നും കൂടി നന്ദി പറയാണ്. കാരണം പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ടവരായിരുന്നിട്ട് പോലും എന്റെ ആഗ്രഹത്തിന് കട്ടക്ക് കൂട്ടുന്നത് ഇതുപോലത്തെ കസിൻസ് ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. എന്തായാലും ഇറങ്ങിയതല്ലേ ഒരു കട്ടൻ കുടിക്കാൻ പോയി. നേരെ ഒരു കട്ടൻ കുടിക്കാൻ പോയി. നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യേണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.